ഹായ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കായപ്പം എന്ന് പറഞ്ഞ സാധനമാണ്. നിങ്ങളവിടേക്ക് എന്താ അതിന് പറയാമെന്നറിയില്ല. ചില സ്ഥലത്ത് ഉണ്ടംപൊരി അറിയും, നമ്മളെ നാട്ടിലേക്കൊക്കെ ഇതിന് കായപ്പം എന്ന് പറയും. അതിനിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ട് കുറച്ച് ഏലക്കായുടെ പൊടി ഇടുക. പിന്നെ വേണ്ട നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ചിലവർക്ക് ഇഷ്ടം പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ഇടാം. ശർക്കര കൊണ്ടവർക്ക് ശർക്കര ഉരുക്കി ഒഴിക്കുക. ഒന്ന് വേണം ചെയ്യാം. അതിൻ്റെ ടേസ്റ്റ് പല ടേസ്റ്റുമാണല്ലോ. അപ്പോൾ അങ്ങനെ അത് വിട്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടി വേണം. കുറച്ച് ഗോതമ്പ് മാവാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കണം. അപ്പോൾ നല്ല കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഇവിടെ ഹോട്ടലിലായതുകൊണ്ട് കുറച്ച് ഡിസൈൻ വർക്ക് വേണം, ഇല്ലെങ്കിൽ ആൾക്കാർ ഇത് ടേസ്റ്റില്ലെന്ന് പറയും. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്താ വെച്ചാൽ നല്ല ബുഷിൻ്റെ കളറാണ്, നല്ല കളറാണ്. അത് കുറച്ചിടുക. നമ്മളെ വീട്ടിലൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെന്താ വേണ്ടി വെച്ചാൽ കുറച്ച് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ എന്ന് പറയും ഞങ്ങൾ, നമ്മളെ നാട്ടിലൊക്കെ ഇതിന് അപ്പക്കാരെന്ന് പറയും. അതും കുറച്ചിടുക. അതും കുറച്ചിട്ട് അതിനുശേഷം നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ കുറച്ച് ഉപ്പ്. അത് മധുരത്തിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ ഉപ്പ് ഇടുന്നത്. അപ്പോൾ അത് റെഡി. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതിലേക്ക് മാവ് ഇടണം. ഒന്നും വിചാരിക്കണ്ട, ക്യാമറ പിടിക്കാനൊന്നും ഇവിടെ ആരുമില്ല, ഞാൻ തന്നെ പിടിക്കണം ക്യാമറ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വരുള്ളൂ. നമുക്ക് കുറ്റം വേണ്ടി ക്യാമറ. പിന്നെ നമുക്ക് ഹോട്ടലായതുകൊണ്ട് നമുക്ക് ക്യാമറ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്ത് ഫോൺ എവിടെയെങ്കിലും വെക്കാനൊന്നും പറ്റില്ല. വെച്ചിട്ടൊക്കെ നമ്മളുമായിട്ട് ചിലപ്പോൾ പറയും വണ്ടി വിട്ടാൽ പോലെ വീട്ടിൽ പോയിട്ട് നടത്തിക്കോ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് റെഡി. ഇനി നമുക്കിതിൽ പൊടി ഇടണം. അപ്പോൾ നമ്മളിതിൽ പൊടി ഇട്ട് ഇനിയിപ്പോൾ അത് കുഴച്ച് സെറ്റാക്കണം. നമുക്കിത് ഇനി ഒന്ന് കുഴച്ച് സെറ്റാക്കാം. ഓക്കെ, സെറ്റാക്കാം. അപ്പോൾ കൂട്ടുകാരെ സാമാനം ഇങ്ങനെ മാവ് ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഇതെന്താ വേണ്ടി വെച്ചാൽ ചൂടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടെല്ലാം ആരംഭിക്കാം. അതെങ്ങനെ എണ്ണയിലിടും? കുറച്ച് ഇടുക, പിടിക്കുക, പിടിക്കുക, ഇടുക, പിടിക്കുക, ഇടുക. അത് നമ്മളൊക്കെ ഇങ്ങനെ നാടൻ ഇങ്ങനെ കൊണ്ടു വരും. ഒരു സാധനം കൂടെ ഇടാൻ കേട്ടോ, അതുപോലെ ഇല്ലാത്തവരുടെ ഇടാനും. നമ്മുടെ ഈ കോക്കനട്ട്, അതായത് തേങ്ങാക്കൊത്തും കൂടി ഇടണം. സാധനം കിട്ടണം. നമ്മുടെ ഈ യുദ്ധം കാരണം സാധനം വരവ് പോകാം, അതുകൊണ്ട് കിട്ടുന്നില്ല. വളരെ ചുരുക്കം കിട്ടുന്നു. അപ്പോൾ അത് ഞാൻ അതിൽ ഇട്ടിട്ട് അതുകൂടി ഇടണമായിരുന്നു. അതാണ് ശരിക്കും ഉണ്ടംപൊരി ആവും. ഇങ്ങനെ തേങ്ങ കുറച്ചുകൂടി ഇങ്ങനെ കഴിച്ചാൽ സൂപ്പറല്ല അല്ലേ? അപ്പൊ അത് റെഡി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഉണ്ടംപൊരി ഉണ്ടെങ്കിൽ പൊന്തി ഇങ്ങനെ വന്ന് ഉരുണ്ട് ഇങ്ങനെ കളിക്കും. ചെറിയ ചൂട് ഇടാൻ പാടും കേട്ടോ. തീ ഓവർ കത്തിക്കരുത് വേണ്ട, ചെറുതായിട്ട് കത്തിക്കാനേ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. മറ്റു ഉള്ളു വേവില്ല. ഉള്ളു വേവണമെങ്കിൽ ചെറിയ ചൂടിലിങ്ങനെ കിടന്ന് വേവണം. ഓക്കെ, അപ്പോൾ സംഭവം ഇവിടെ കായപ്പം റെഡി. ഇതിപ്പോൾ വെന്തമില്ലെന്ന് അറിയില്ലല്ലോ. അതിന് നമ്മളെന്തൊക്കെയാണ് കോലെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ കോന കൊണ്ടോ അങ്ങനെ കുത്തി നോക്കുക. എന്നിട്ട് കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് നോക്കുക. ഇല്ല, ഒട്ടിപ്പിടിക്കാത്ത സ്ഥിതിക്ക് കത്തിയും കൂടെ കൊത്തിയിട്ട് നോക്കുക ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന സംഭവം റെഡിയായി. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ലെവലായി വരും. അപ്പോൾ സാധനം കായപ്പം റെഡിയാണ്. അപ്പോൾ വൈകുന്നേരത്ത് നമുക്ക് ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് വലിച്ച് ഇങ്ങനെ തിന്നാം. എന്താ രസം, അടിപൊളിയല്ലേ അല്ലേ? ഇതൊക്കെ